CPM-ന്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ജില്ലാ സമ്മേളനം ഇന്ന് തുടങ്ങുന്നു. നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്കുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലേറ്റ തിരിച്ചടി, ലോക്സഭയിൽ ഏറ്റ പരാജയം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ CPM ജില്ലാ സമ്മേളനത്തിൽ. കൂടുതൽ വിവരങ്ങൾ സുധീഷ്. വിനോദ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാവും പ്രതിനിധികളുടെ ചർച്ച നടക്കുക. ആദ്യം ഗ്രൂപ്പ് ചർച്ച, അതിന് 5 മണിക്കൂറുണ്ട്. അതിന് ശേഷമാണ് ഓരോ പ്രതിനിധികളായി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉയരാൻ സാധ്യതയുള്ള ഒന്ന് കൂത്താട്ടുകുളത്ത് അടക്കമുള്ള വിഷയങ്ങളുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ, പോലീസിൻ്റെ വീഴ്ചകൾ, അവരുടെ സമീപനത്തിലുള്ള പാർട്ടിയുടെ ഒരു അതൃപ്തി, അത് റിപ്പോർട്ടായി വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അമ്പേ പരാജയം, അതോടൊപ്പം തന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അടക്കമുണ്ടായ പരാജയങ്ങളെ സംബന്ധിച്ചും സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവും. ഇതേ സാഹചര്യത്തിൽ തന്നെ ചില നേതാക്കളുടെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയരും. ഇതൊക്കെയാണെങ്കിലും ജില്ലാ സെക്രട്ടറി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടാവാൻ സാധ്യത. 46 അംഗ ജില്ലാ കമ്മിറ്റിയാണ് പുതിയതായി തിരഞ്ഞെടുക്കുന്നത്. 31 സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കണം. ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. പിണറായി വിജയൻ്റെ താല്പര്യം അതിൽ ഏറെ നിർണായകമാകും എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് സമാപന ദിവസം പിണറായി വിജയൻ ഇവിടെ തമ്പടിക്കുന്നുണ്ട്. അന്നത്തെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും പിണറായി വിജയനാണ്. ഇതോടൊപ്പം പറയേണ്ടത്, ഈ 46 അംഗ കമ്മിറ്റിയിൽ നിലവിൽ 3 ഒഴിവുകളുണ്ട്. അതിന് പുറമെ 75 വയസ്സ് കഴിഞ്ഞ് പ്രായപരിധിയുടെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറുന്നവർ അടക്കം വരുമ്പോൾ, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒഴിവാക്കുന്നതോടി വന്നാൽ ഒരുപക്ഷെ 7ന് മുകളിൽ ആൾക്കാരെ പുതിയതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആദ്യ വനിതാ ആയിട്ടുള്ള രാജം, അത് കൊച്ചി ഏരിയ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന ഷൈൻ ടീച്ചർ അടക്കമുള്ള വനിതാ പ്രാതിനിധ്യം ഉയർത്തുമെന്നൂടെ പറഞ്ഞ സാഹചര്യത്തിൽ അവരെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുമുഖങ്ങൾക്ക് 6 ഏരിയ സെക്രട്ടറിമാർ പുതിയതായി ഉള്ളവരുണ്ട്. അതിൽ ആരെയൊക്കെ പരിഗണിക്കും എന്നത് വ്യക്തമല്ല. ഇത് തന്നെയായാലും ജില്ലാ കമ്മിറ്റിയിൽ പുതുമുഖങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായും CPM-ന്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്കുണ്ട്. ജില്ലാ സെക്രട്ടറിയായി CN മോഹൻ തന്നെ തുടരാൻ സാധ്യത എന്നുള്ള വിവരങ്ങളാണ് സുധീഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.